തുടരന്വേഷണം നിലച്ച് അഭിമന്യു കൊലക്കേസ്. കൊലപാതകത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോഴും പ്രതികളെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ അവസാനിച്ച മട്ടിലാണ് പോലീസ്. കേസ് ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കും. കൃത്യം നടന്ന സ്ഥലത്തെത്തി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് അറസ്റ്റിലായത്. PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികളായ 16 പേരാണ് കേസിലെ പ്രതികൾ. എന്നാൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട 10ഓളം പേർ അറസ്റ്റിലാകാനുണ്ട്. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം കാര്യമായി മുന്നോട്ടു പോയിട്ടില്ല. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ അതിവേഗം അന്വേഷണം പൂർത്തിയാക്കുന്നതിലും മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതിലും പോലീസിന് വീഴ്ച സംഭവിച്ചിരുന്നു. കഴിഞ്ഞ LDF സർക്കാരും അന്വേഷണത്തിലും വിചാരണ വേഗത്തിലാക്കാനുള്ള നിയമനീക്കങ്ങളിലും വലിയ താൽപര്യം കാണിച്ചിരുന്നില്ല. കേസിലെ ആദ്യ 16 പ്രതികളെ കോടതി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിരുന്നു. കോടതിയിൽ പ്രതികൾ കുറ്റം നിഷേധിക്കുകയും ചെയ്തു. ഇന്ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും. വിചാരണ എന്ന് തുടങ്ങുമെന്നതിലും കോടതി തീരുമാനമെടുക്കും. പ്രോസിക്യൂഷന്റെ അനുബന്ധ തെളിവുകളും കോടതിക്ക് മുന്നിലെത്തും. കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുള്ള 2 പ്രതികളുടെ വിടുതൽ ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. 2018 ജൂലൈ 2 പുലർച്ചെയാണ് PFI ക്യാമ്പസ് ഫ്രണ്ട് സംഘം മഹാരാജാസ് കോളേജ് കവാടത്തിനരികിൽ വെച്ച് SFI പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത്. ജനം, കൊച്ചി.